Hi, this is Ulbodh from UK. പേരെന്തായിരുന്നു? പേര് ഉൽബോധ്. എന്നതാ ഉൽബോധ്. അന്തയുടെ വീഡിയോസും ഡാൻസും ഒക്കെ കണ്ടിട്ടല്ലേ ചേട്ടന് ഇഷ്ടപ്പെട്ടത്? അതെ, അല്ല അങ്ങനല്ല, അതിനെ എതിർക്കണം എനിക്ക്. ഞാൻ അതിനെ എതിർക്കുന്നു, പക്ഷെ അങ്കിത ഇഷ്ടപ്പെടുന്നു. അല്ലാതെ വെറുതെ അമ്പലത്തിലും പള്ളിയിലും കിട്ടിയാൽ അത് ലീഗൽ ആവില്ല. യു ആർ നോട്ട് ഡിക്ലെയർഡ് ആസ് മാരിഡ്. നമ്മൾ എന്നിട്ടും പോയി രജിസ്റ്ററിൽ സൈൻ ചെയ്യണം അല്ലേ? അതാണ് ആക്ച്വൽ മാരേജ്. എന്നെ ആരെന്ത് ജഡ്ജ് ചെയ്താലും ദിസ് ഇസ് മീ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇനിയിപ്പോ അങ്കിത പറ്റില്ലെങ്കിൽ ഗൗരി മാരീഡ് ആണോ? എന്റെ പൊന്നെ, ഞാൻ മാരീഡ് ആണ്. ഒരു സെക്കൻഡ് മാരേജ് നോക്കുന്നുണ്ടോ? ഇപ്പൊ പ്രാന്താന്ന് തോന്നുന്നു. കാപ്പിയും കുടിച്ചിട്ട് വീട്ടിൽ പോകാം. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിക്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു അതിഥി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ്. ആളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ പഠിച്ചു വളർന്നൊരു തിരുവല്ലക്കാരിയാണ്. അതുപോലെ തന്നെ സിനിമ ചെറുപ്പകാലം തൊട്ടേ സ്വപ്നം കണ്ട് വളർന്ന് ഇന്ന് ആ സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം അങ്കിത മേനോൻ. താങ്ക് യു. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. യെസ്, താങ്ക് യു. ഓക്കെ അങ്കിത, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു സിനിമയുടെ വിശേഷങ്ങൾ കൂടി പറയാനാണ്. അപ്പോൾ മായമ്മ എന്നുള്ള സിനിമയാണ് നമ്മുടെ വിശേഷം. സോ എന്താണ് മായമ്മ? ആദ്യം തുടങ്ങാം. മായമ്മ ഞാൻ തന്നെയാണ് മായമ്മ. ഫസ്റ്റ് തിങ് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാനത് കരുതുന്നു. ടൈറ്റിൽ ക്യാരക്ടർ തന്നെ ഒരു മൂവി ഇങ്ങനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് മൂവി റിലീസായിട്ടില്ല. സോ റിലീസാവുന്ന ആദ്യത്തെ മൂവി നായികയായിട്ട് തന്നെ അത് വരുന്നു. അത് ഭയങ്കര ഒരു സംഭവമായിട്ട് ഞാൻ കരുതുന്നു. ആൻഡ് പറയുകയാണെങ്കിൽ ഇതൊരു പീരിയോഡിക് കൈൻഡ് ഓഫ് മൂവിയാണ്. ഒരു 30 വർഷം മുമ്പ്, നമ്മുടെ ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവം. ആക്ച്വലി ഇതൊരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. നടന്നൊരു സംഭവം പിന്നെ അതിൻ്റെ സിനിമാറ്റിക് രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തി ഒരു കഥയാക്കി ചെയ്തു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഇന്നത്തെ കാലത്തെ ന്യൂജൻ സിനിമകളുടെ കൂട്ടത്തിൽ ഇത് വരില്ല, പക്ഷെ വേറിട്ട് നിൽക്കും. എങ്ങനെ പറയുക, ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി എമോഷണൽ ഡ്രാമ. അതായത് ഇപ്പോൾ ഒരു മസാല വേൾഡിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സിനിമ. അതെ, എക്സാക്ട്ലി. കാരണം നമ്മൾ പണ്ടൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ടത്തെ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ കഥ ഇപ്പോഴും ഓർത്തിരിക്കും. ഇപ്പോഴത്തെ സിനിമകൾക്ക് കഥയല്ല, ചെറിയൊരു ത്രെഡായിരിക്കും, പിന്നെ അതിൻ്റെ മേക്കിങ്ങിലാണ് അതിൻ്റെ ബ്രില്യൻസ്. അപ്പം ഇത് ശരിക്കും കഥ ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് പോസ്റ്ററിൽ കാണുന്ന പോലെ അല്ല കഥ ഒരു ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറയുന്നതിനുപരി ഒരു വുമൺ ക്യാരക്ടർ എന്ന് എനിക്ക് പറയാൻ താല്പര്യം കൂടുതൽ. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഒരു പെൺകുട്ടി തൻ്റെ സ്ത്രീത്വത്തിന് വേണ്ടി ഇങ്ങനെ പോരാടുന്ന ഒരു കാലഘട്ടം. അത് അന്നത്തെ കാലത്ത് ഫോൺ പോലും ഇല്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു പുള്ളൂത്തിയായ പെൺകുട്ടിയാണ് മായമ്മ. ഒരു നമ്പൂതിരി ചെക്കനെയാണ് പ്രേമിക്കുന്നത്. അപ്പം അതിൻ്റെ കുറേ പ്രോബ്ലംസ് അതൊക്കെയാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നറിയോ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ജാതീയതയും കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ചയായിട്ട് വരുന്നുണ്ടാവും അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് ക്യാരക്ടേഴ്സ് അങ്ങനെ ആണ്. പണ്ടത്തെ കാലത്ത് ആ ഒരു ക്യാരക്ടേഴ്സ് അങ്ങനെ ആയെന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊരു കാസ്റ്റിനെയും താഴ്ത്തിയും പൊക്കിയും പറയുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഈ കഥയിലില്ല. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു സസ്പെൻസ് ത്രില്ലർ ജോണർ കൈൻഡ് ഓഫ് പോകുന്നൊരു മൂവിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ അഭിനയത്തെ പറ്റി പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് മായമ്മ എന്നുള്ളൊരു കഥാപാത്രം, അല്ലെങ്കിൽ ഡയറക്ടർ സാറ് നമ്മളെ സമീപിക്കുമ്പോൾ എന്താണ് അത് ഹുക്ക് ചെയ്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു? ഈ കഥാപാത്രം തന്നെയാണോ? ഞാൻ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഹീറോയിനായിട്ട് ഒരു സിനിമ വന്നു. ബിക്കോസ് ഞാൻ ഒരു സീരിയൽ നടിയാണ്, എല്ലാവർക്കും അറിയാം. അത് എല്ലാവർക്കും ഇറ്റ്സ് നോൺ. ഓക്കെ, അപ്പം എനിക്ക് ആക്ച്വലി ലൈഫിൽ കുറേ റിജക്ഷൻസ് വന്നിട്ടുണ്ട് സിനിമയിൽ നിന്നും. അതായത് ഞാൻ സീരിയൽ നടി ആയതുകൊണ്ട് കുറേ സിനിമകളിൽ നിന്ന് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് വേറെയാണ്, നോൺ ഫേസ് ആണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ പല പല റീസൺസ് ആണ്. അപ്പോൾ ഇത് വന്നപ്പം ഞാൻ ഷോക്ക്. അതിനുപരി ഐ വാസ് ഹാപ്പി. ഓക്കെ, സിനിമ വന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം അതിനെ സമീപിച്ചത്. പക്ഷെ കഥ കേട്ടു, സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഷുവർ, ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരും എന്ന് എനിക്ക് ഉറപ്പായി. ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ റിലീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ചിലപ്പോൾ ഉടനെ ഉണ്ടാവും. അതിനകത്ത് ടിനി ടോംസൺ, നന്ദു സർ, അൻസിബ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അൻസിബ ബിഗ് ബോസിൽ കൂടെ പോയതുകൊണ്ടായിരിക്കും അതിങ്ങനെ കുറച്ച് ഡിലേ ആയി. അൻസിബ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. ചിലപ്പോൾ ഉടനെ തന്നെ റിലീസ് ആവട്ടെ, അതാണ് നല്ലത്. അങ്ങനെ വലിയ വലിയ സിനിമകൾ ഇനി ഉണ്ടാവട്ടെ. ഓക്കെ, ഇപ്പോൾ ഞാൻ പണ്ടുതൊട്ടേ കേട്ടൊരു കാര്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ സെൽഫ്
നമുക്ക് നമ്മളെ സെൽഫ് കണ്ടെത്തുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്കിത തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു നടിയാവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് വരാം. നമുക്ക് പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. ബട്ട് സ്റ്റിൽ അതിനെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് മുന്നോട്ട് നയിച്ചൊരു ചിന്തയില്ലേ, അത് എന്തായിരുന്നു അത് ശരിക്കും? എനിക്ക് സത്യമായിട്ട് ഈ ചോദിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് പോലും. അങ്ങനെ ഒരു സംഭവം ലൈക്ക് എങ്ങനെ അത് സംഭവിച്ചു? ശരിയാണ്, എൻ്റെ മൈൻഡിൽ ചെറുപ്പക്കാലം തൊട്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഗ്രോ ആയെന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയൂ. അതെങ്ങനെ, ബിക്കോസ് നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി ഒരിക്കലും ഇത് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ, എനിക്ക് പഠിക്കണ്ട, അഭിനയിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. ബട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടത്തി തരുമെന്നുള്ളൊരു പോലോ പറഞ്ഞ തന്നെ സംഭവം. അതാണ് എനിക്ക് ഇപ്പോഴും ആ ഒരു ബേബി ആ ഒരു ഡെസ്റ്റിനി ആയിരുന്നു. പിന്നെ ആഗ്രഹം, അതാണ് മെയിൻ. ലൈക്ക് നടക്കോ ഇല്ലാന്ന് പോലും എനിക്ക് അറിയില്ല, പക്ഷെ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. ശരി ശരി. അപ്പോൾ ഈ കുഞ്ഞ് അങ്കിതൊക്കെ ഉണ്ടായ ഒരു ആഗ്രഹമില്ലേ, ആ ആഗ്രഹത്തിൽ എക്സാക്ട്ലി മലയാള സിനിമ ആയിരുന്നു ഡെസ്റ്റിനേഷൻ അതോ കന്നഡ ബാംഗ്ലൂർ ആയിരുന്നു? അങ്ങനൊന്നും ഇല്ല, എനിക്ക് സിനിമ അത്രേ ഉള്ളൂ. അതിപ്പോ ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല. ഓക്കെ. സോ അതിനുശേഷം ടിക്ടോക്ക് ചെയ്യുന്നു, ഒരു സീരിയലിലേക്ക് വരുന്നു. അപ്പോൾ ഈ ടിക്ടോക്ക് ചെയ്യുമ്പോഴും ഇത് കണ്ടാരെങ്കിലും വിളിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണോ ജസ്റ്റ് ടൈം പാസ് എന്നുള്ള നിലക്ക് ചെയ്തായിരുന്നു? ഒരിക്കലും ഇല്ല. ആക്ച്വലി അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ചെയ്തത്. സീരിയൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് എൻ്റെ ഫാമിലിയിൽ ആരും ഈ ഫിലിം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ആരും ഇല്ല. ഞാൻ സ്വന്തമായിട്ടാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഓക്കെ ഫൈൻ, സീരിയൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, ഐ ക്യാൻ പ്രൂവ്. സീരിയൽ ചെയ്ത് കഴിഞ്ഞ് സിനിമയിലോട്ട് കയറാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒട്ടും നടക്കൂല. അല്ല, ആളുകൾ സീരിയൽ കണ്ട് മറന്ന മുഖങ്ങൾ അല്ലെങ്കിൽ കണ്ട് പഴകിയ മുഖങ്ങൾക്ക് സിനിമയിൽ അവസരം കുറയുന്നുള്ള സത്യമാണോ? സത്യമാണെന്ന് ചോദിച്ചാൽ ആണ്. ബിക്കോസ് അവർ പറയുന്നു ഓ ഇപ്പം സീരിയൽ ഉണ്ടല്ലേ, വേണ്ട. അത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിപ്പം എനിക്കറിയില്ല. അവർ പറയും ഓക്കെ വേണ്ട, നോൺ ഫേസ് ആണ്, അവരുടെ ആക്ടിങ് വേറെയാണ്. ഞാൻ പറയാം സീരിയൽ ആക്ടിങ് സിനിമ ആക്ടിങ് വേറെ തന്നെയാണ്. അതിൻ്റെ റീസൺ സീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന റെസ്ട്രിക്റ്റഡ് ഫ്രെയിമിനകത്ത് നമ്മൾ ഇന്ന് അഭിനയിക്കണം. അതിനകത്ത് ഡാൻസ് കളിച്ചൊന്നും അഭിനയിക്കാൻ പറ്റില്ല. കൂടുതൽ വരുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് കൂടുതൽ അപ്പം യൂസ് ചെയ്യുന്നത് സീരിയൽസിൽ. സിനിമ അങ്ങനെയല്ല, ഈസിയാണ്. നമ്മളിപ്പോൾ നാച്ചുറലി സംസാരിക്കുന്ന പോലെ നമുക്ക് എന്തും ചെയ്യാം. ആ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം സിനിമയിലുണ്ട്. ഇപ്പോൾ അങ്കിതയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ നോക്കും, ഭയങ്കര രസമുണ്ട് വീഡിയോസ് ഒക്കെ. വീഡിയോസ് ഒന്നും ഞാനിപ്പോൾ ഇടാറേ ഇല്ല. ഫോളോ അപ്പ് ചെയ്യായിരുന്നു? അത് സത്യം പറഞ്ഞാൽ നല്ല മെനക്കേടാണ്. പിന്നെ റീച്ച് അതെ ഒന്ന് ഡൗൺ ആയി പോയി. പിന്നെ അത് കയറാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് വിട്ടൂന്നല്ല, ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. അല്ല, അതിൽ എന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഒരുപാട് ചിരിച്ചൊരു സംഭവം ഉണ്ട്. എന്താ പറയുക, ഹോം ടൂർ നടത്തിയിരുന്നല്ലോ. അപ്പൊ ഹോം ടൂറിന്റെ സമയത്ത് ഒന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നൊരു സംഭവം എന്താ വെച്ചാൽ കിച്ചൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ചായ കുടിക്കാനും പഴത്തൊലി കളയാനുമാണ്. അത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ചായ കുടിക്കാനും പിന്നെ പഴത്തൊലി, അതെന്താ വെള്ളം ഫില്ല് ചെയ്യാനും ചായ കുടിക്കാനും പഴത്തൊലി കളയാനും മാത്രമാണ് കിച്ചണിലേക്ക് കയറുന്നത്. പിന്നെ അമ്മയാ കാണിക്കുന്നത്. അമ്മ എനിക്കൊന്ന് ക്യാമറ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞേനെ? ഇല്ല അങ്ങനൊന്നും ഇല്ല. ബിക്കോസ് എൻ്റെ അമ്മ കുറേ നാൾ മുമ്പ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് മോളെ നീ ഒന്നും ചെയ്തു തരണ്ട എനിക്ക്, നീ ഇവിടെ ഇരുന്നോ, കാരണം ഇപ്പോഴേ നിനക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. കല്യാണം കഴിഞ്ഞാൽ ഇത് നടക്കില്ല. പക്ഷെ ഞാൻ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു. ഓക്കെ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ള എന്താ പറയുക, ഇപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ ഓൾഡ് പാരന്റ്സ് ആണ്. അപ്പൊ അവര് വളർന്നൊരു ജനറേഷനിലല്ല നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ ജനറേഷനിലുള്ള ആളുകളും അവരുടെ ഒരു തോട്ട് പ്രോസസ്സും എൻ്റെ ഡിഫറെന്റ് ആണല്ലോ. ഇവര് നമ്മളോട് സ്വാഭാവികമായിട്ടും പറയില്ലേ, കെട്ടിച്ചു വിടേണ്ട പെണ്ണാണ്, എന്തെങ്കിലും ഒരു ജോലി അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങൾ ടോക്ക് വരുമ്പോൾ ഈ ഒരു ജനറേഷൻ ബേസ്ഡ് ഫ്രണ്ട്ലി ഡിബേറ്റ്സ് ഉണ്ടാവാറുണ്ടോ? ഫ്രണ്ട്ലി ഡിബേറ്റ്സ് എക്സാക്ട്ലി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് ഇടയ്ക്ക് അച്ഛൻ തമാശ ഇടയ്ക്കും പറയും, ഓ അതായത് ഇവളുടെ കയ്യിൽ നിന്ന് എന്നാണ് ഒരു ചായങ്ങളും കുടിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഇത് പറയും. ഞാൻ അച്ഛനെന്താ കുഴപ്പം, അമ്മ ഇവിടില്ലേ, ഒരു ചായക്കാണോ ഇത്ര ഇത്, അതിനുവേണ്ടിയാണോ കല്യാണം കഴിച്ചു വിടുന്നത്? അപ്പൊ ഇടയ്ക്ക് പറയും ഇവിടെ കല്യാണം കഴിച്ചു വിട്ട റെസ്പോൺസിബിലിറ്റി ആവും. അപ്പം ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അച്ഛനമ്മയും ഭയങ്കര കൂളാണ്. എൻ്റെ ഒരു ഇത് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് കാലം മാറുന്ന അനുസരിച്ച് മാറാൻ ശ്രമിക്കുന്ന പേരൻസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ലൈക്ക് പറയുമ്പോൾ അവർക്ക് കേൾക്കാനുള്ള മനസ്സുണ്ട്.
മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സന്തോഷം, എൻ്റെ അനിയത്തിയുടെയും സന്തോഷം, അതാണ് മെയിൻ. ഓക്കെ. അപ്പൊ എന്നാലും ഈ പറയുന്ന രീതിയിലുള്ള ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് പരിപാടി നടക്കാറുണ്ട്. ഉണ്ട്. തമാശക്ക് പറയും, പക്ഷെ അത് ഇച്ചിരി കുത്തി ഇൻഡയറക്റ്റ് പറയുന്ന മാത്രം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ ഈ കല്യാണം ബേസ് ചെയ്തിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട് മാട്രിമോണി പരിപാടീസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത അച്ഛനാണ് ഒരു താല്പര്യം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നല്ലോ എനിക്ക് കല്യാണം. പക്ഷെ അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയ സെക്ഷൻ, അതായത് ഒരു പ്രാങ്ക് കോൾ. ഒന്നുമില്ല, ഞാൻ കണ്ടന്റ് ഞാൻ പറയാം. അതായത് അങ്കിതയുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആളെ വിളിക്കുക. അപ്പോൾ അച്ഛൻ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്കായിട്ട് പറയുകയാണ് അങ്കിതയുടെ അച്ഛനാണ് അതൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത അച്ഛൻ. അപ്പോൾ അച്ഛൻ പറയാണ്, നിന്നെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും നീ ഒരു ചെക്കനെ അടുപ്പിക്കുന്നില്ല, നീ ഒരാളുടെ പ്രൊഫൈൽ പോലും നോക്കുന്നില്ല. അപ്പോൾ നീ ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്, നീ എന്തായാലും ഈ ചെക്കനെ ഒന്ന് പോയി കാണണം. ലൈക്ക് ഒരു കോഫി ഡേറ്റിന് നിങ്ങൾ പോവുക, നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നൊരു കണ്ടീഷനിൽ അങ്കിത സമ്മതിക്കുന്നു. അങ്ങനെ അങ്കിത കോഫി ഷോപ്പിലേക്ക് വരുന്നു. അങ്ങനെ ഇതാണ് കോഫി ഷോപ്പ്, ഇതാണ് പ്രതിശ്രുത വരെ. അപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ പ്രാങ്ക് കോൾ, ഇനി വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രാങ്ക് കോൾ ചെയ്യുന്ന ഫ്രണ്ടിനോട് പറയേണ്ടത്, സോ ആരാണെങ്കിലും ഞാനിവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത്, അപ്പം ഞാൻ ചെക്കനായിട്ട് സംസാരിച്ചു, എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്ക് എങ്ങനെയും ഒഴിവാക്കണം, അപ്പം നീ ഒന്ന് സംസാരിക്കോ, അല്ലെങ്കിൽ ആളോടും സംസാരിച്ചു നോക്കൂ എങ്ങനെയാണെന്ന്. അപ്പോൾ ബാക്കി ഞാൻ സംസാരിച്ചോളാം. അപ്പോൾ ആരാണെന്ന് വിളിക്കാൻ പറ്റുക. അതിച്ചിരി എന്താ പറയാ, ഇങ്ങനത്തെ മാറ്ററൊക്കെ ഇച്ചിരി കോൺഫിഡൻഷ്യൽ ആൻഡ് സെൻസിറ്റീവ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളെ തന്നെ വിളിക്കുന്നത് ഇത് പണി പാടും. അത് ശരിയാ, ചിലപ്പോൾ ആളുകൾ വേറെ രീതിയിൽ എടുക്കൂലേ. എന്താ ആളോട് പറയേണ്ടത്, അച്ഛൻ നിർബന്ധിച്ചപ്പോൾ, എനിക്കറിയാലോ മാട്രിമോണിയിൽ ഇങ്ങനെ അച്ഛൻ രജിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അച്ഛൻ നിർബന്ധിച്ചിട്ടിപ്പോൾ ഞാൻ ഒരാളെ കാണാൻ പോയി നിൽക്കുകയാണ്, അപ്പൊ ആളെന്തൊക്കെയോ പറയുന്നുണ്ട്, നീ ഒന്ന് സംസാരിച്ചു നോക്ക്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് പറഞ്ഞപ്പോൾ നിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് രസമല്ലേ, എന്താ പറയുന്നത് നോക്കാലോ. ഒരാളെന്താ പറയുന്ന ആളെ റിയാക്ഷൻ നമുക്കറിയാലോ. ഒരാളുണ്ട്, ലൈക്ക് എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്ന ഒരാളാണ്. എക്സാക്ട്ലി. അപ്പൊ ആളുടെ പേരെന്താ? ഗൗരി കൃഷ്ണൻ. അറിയാം, പൗർണമി തിങ്കൾ സീരിയലിലെ ആക്ട്രസ് ആണ്. അപ്പൊ ഒരു സെലിബ്രിറ്റി ആണ് വിളിക്കാൻ പോകുന്നത്. ബെസ്റ്റ്. അതിൽ ഹുക്കായി. ആക്ച്വലി ലൈക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കുന്ന ഒരാളാണ്. ഹലോ ചേച്ചി തിരക്കാണോ? ആ ചേച്ചി, ചെറിയൊരു പ്രശ്നത്തില. ഞാൻ എപ്പോ വിളിക്കുമ്പോഴും ചേച്ചി നോക്കുന്നറിയാം. അത് സംഭവം എന്താന്ന് വെച്ചാലേ, അച്ഛൻ അതുപോലെ മാട്രിമോണിയലൊക്കെ രജിസ്റ്റർ ചെയ്തില്ലേ, അതിലവസാനം ഒരു സെക്കൻഡായിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നേരിട്ട് പറഞ്ഞു വിട്ടു. മുളക് മാത്രമല്ലല്ലോ, ഇവിടെ കൊച്ചിയിൽ ഒരു ഷോപ്പിൽ ഇങ്ങനെ വന്ന് സംസാരിക്കായിരുന്നു. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു. ഇപ്പോ അപ്പം ഞാൻ ചേച്ചിയുടെ പേര് പറഞ്ഞു, ചേച്ചിയോട് സംസാരിക്കണോ, എന്താ ചോദിക്കാനാണോ? ഒന്നുമില്ല, നൈസായിട്ട് ഡീൽ ചെയ്ത് കേട്ടോ. അയ്യോ, പേരെന്തായിരുന്നു? ഉൽബോധ്. ഞാൻ സംസാരിക്കാം, ഒരു മിനിറ്റ് കൊടുക്കാവേ. ഹലോ, ഗുഡ് ഈവനിങ്. ഹായ്, ദിസ് ഈസ് ഉൽബോധ് ഫ്രം UK. ഉൽബോധ്. അച്ഛനും അമ്മക്കും ഇച്ചിരി കവിതാവാസനയൊക്കെ ഉള്ള കുടുംബത്തിലാണേ, അതാ അങ്ങനത്തെ ഒരു പേര്. ഞങ്ങൾ UK-യിലാണ് ജനിച്ചു വളർന്നെങ്കിലും മലയാള തനിമയുള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് ഈ കുട്ടിയുടെ സീരിയലൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണാൻ വന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഈ കുട്ടിയെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിനായിട്ടാണ് ഇപ്പോൾ UK-ന്ന് വന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു കഫേ കിട്ടി. അപ്പോൾ കഫേയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്കിതയോട് പറഞ്ഞു, ഞാൻ കവിത പാടിത്തരാം, പാട്ട് പാടിത്തരാം, ഞാൻ വീടിനുള്ളിൽ ഡാൻസ് കളിക്കാനൊക്കെ അനുവദിക്കും, ഷോർട്സ് ഇട്ടോട്ടെ വീടിനകത്ത് എന്നൊക്കെ പറഞ്ഞു. അതാ എനിക്ക് പറ്റുള്ളൂ. കാരണം അങ്കിത അഭിനയിക്കുന്നതൊന്നും വേറൊരാണ് അങ്കിത തൊടുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതെ, UK-യിലാണ്. ഞാൻ അവിടെ എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ അങ്കിതയായിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റെ സ്വപ്നം. സത്യത്തിൽ അങ്ങനെ ഒരു പ്രൊഫൈല് കണ്ടപ്പോൾ എന്താ പറയാ, നിസ്തുലമായ പ്രണയം എന്നൊക്കെ പറയില്ലേ, എന്താ ഗൗരി അല്ലേ?
അതെ. ഈ നിസ്തുലമായ പ്രണയത്തിൽ ഞാൻ അകപ്പെട്ടിട്ടേ എനിക്ക് വേറൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഫോട്ടോയും വീഡിയോ കണ്ടിട്ടാണോ ഈ എന്ത് പറയുന്നു? നിസ്തുലമായ തുല്യതയില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ എന്റെ പാരന്റ്സ് ഇച്ചിരി സാഹിത്യവാസനയുള്ള ആളുകളാണ്. ഓക്കെ, അത് ഈ ഫോട്ടോയും വീഡിയോ കണ്ടിട്ടാണോ? ചേട്ടനാണോ അതോ എന്റെ ഏജ് ആണോ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ വളരെ യങ്ങാണ്. വളരെ യങ്ങാണോ? 35 ആയിട്ടുള്ളൂ. എനിക്ക് 30 ആയിട്ടുള്ളൂ. അപ്പൊ ചേട്ടാ, എനിക്കിത് മനസ്സിലാവാത്തതേ ഈ അങ്കിതയുടെ വീഡിയോസും ഡാൻസും ഒക്കെ കണ്ടിട്ടല്ലേ ചേട്ടന് ഇഷ്ടപ്പെട്ടത്? അതെ, അല്ല അങ്ങനല്ല, അതിനെ എതിർക്കണം എനിക്ക്. ഞാൻ അതിനെ എതിർക്കുന്നു, പക്ഷെ അങ്കിത ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ അങ്കിതയോട് ഒന്ന് പറയോ, ലൈക്ക് എനിക്ക് അങ്കിത ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം, പക്ഷെ അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ അഭിനയിക്കുന്ന എന്തിനാ? പൈസ കിട്ടാനല്ലേ. പൈസ ഞാൻ കൊടുക്കാം, എനിക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അതാ തോന്നുന്നു ചേട്ടൻ. ചേട്ടാ, എനിക്ക് അഭിനയിക്കുന്നത് ക്യാഷിന് വേണ്ടിട്ട് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടല്ലോ. ഇപ്പൊ അങ്കിതയെ സംബന്ധിച്ച് എനിക്കറിയാം, അവള് വളരെ ടാലന്റ് ആണ്, ഡാൻസ് കളിക്കും നന്നായിട്ട്. അതൊക്കെ ഒരു അങ്കിതയ്ക്ക് ഭയങ്കര പാഷനാണ്. അപ്പൊ അതൊക്കെ വീട്ടില് വെച്ചിട്ട് ചേട്ടനടുത്ത് മാത്രം ഡാൻസ് കളിക്കാൻ അല്ല, അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? നാട്ടുകാർ മൊത്തം കാണിക്കണോ? നിങ്ങൾ ടോക്സിക് ആണ്. നിങ്ങൾ ടോക്സിക് ആണ്. ഞാൻ കുറച്ച് ടോക്സിക് ആണ്. അങ്കിത എനിക്ക് അപ്പൊ അങ്കിതയെ കിട്ടാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? ചേട്ടൻ തൽക്കാലം കാപ്പി കുടിച്ചിട്ട് പൊക്കോ, ഞാൻ അങ്കിതയുടെ പേരൻസുമായിട്ട് സംസാരിക്കാം, എന്നിട്ട് അറിയിക്കാം. ആണോ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അങ്കിത പറ്റിയില്ലെങ്കിൽ ഗൗരി മാരീഡ് ആണോ? എന്റെ പൊന്നെ, ഞാൻ മാരീഡ് ആണ്. ഒരു സെക്കൻഡ് മാരേജ് നോക്കുന്നുണ്ടോ? എനിക്ക് ഇപ്പോൾ സംസാരം കേട്ടപ്പോൾ ഗൗരി വളരെ ടോക്റ്റീവായിട്ട് തോന്നി. UK ഇഷ്ടമാണോ? ചേട്ടൻ ഒന്ന് ഫോൺ അങ്കിതയുടെ കൊടുത്തേ. ഓക്കെ, കൊടുക്കാം. ഹലോ ചേച്ചി. ഭ്രാന്താന്ന് തോന്നുന്നു, കാപ്പിയും കുടിച്ചിട്ട് വീട്ടിൽ പോകാം. ഹലോ ഗൗരി, ദിസ് ഈസ് ആഷിഖ് ഫ്രം സ്കൈലാക്ക് പിക്ചേഴ്സ്. ഞങ്ങളൊരു ഇന്റർവ്യൂവിലാണ്. ഐ എം സോ സോറി. സോറി, ജസ്റ്റ് ഒരു പ്രാങ്ക് കോൾ, ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആക്ച്വലി അങ്കിതയ്ക്ക്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അങ്കിത പറഞ്ഞു എൻ്റെ സങ്കടങ്ങളുടെ തോളാണ് ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ തോളിനൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചാണ് കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് വട്ടുള്ളവരൊക്കെ ഈ ഭൂമിയിലുണ്ടോ? അല്ല അങ്കിത, അല്ല സോറി ഗൗരി, ഞാൻ മറ്റേ പ്രപ്പോസൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്ത് അറിയിക്കട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അടി വരും പാർസൽ. ഹലോ, ഓക്കെ ചേച്ചി, ഞാൻ വിളിക്കാം. ശരി, താങ്ക് യു. ഓക്കെ, ബൈ. മനസ്സിലായില്ലേ? അതാണ് കാരണം ഞാൻ എന്താണെങ്കിലും ഞാൻ ആദ്യം ചേച്ചിയാ വിളിക്കുന്നത്. സജഷൻസും എന്താണെങ്കിലും കേൾക്കും. ഓക്കെ, കറക്റ്റ് സജഷൻസ് ആണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചി വിളിച്ചത്. എന്തായാലും അങ്ങനെ ഒരു വട്ടം വിളിയെങ്കിലും കേൾക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഈ നമ്മൾ കല്യാണത്തെ പറ്റി ചർച്ച ചെയ്തു. ബാക്ക് ടു പോയിന്റ്. ഞാൻ അങ്കിത പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ, കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവം. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കേട്ട ഇന്റർവ്യൂ ആണ്. കല്യാണം എന്ന് പറയുന്നത് മനസ്സിലായി വരുന്നത് ഒരു പുകയാണ്, അത് ആളുകളെ കാണിക്കാനുള്ള പരിപാടിയാണ്, എനിക്കൊരു ലിവിങ് ടുഗദർ ആണ് എന്നും താല്പര്യം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന പറയുമ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കുന്ന അനേകമായിരം സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കെ നമ്മളൊരു മൈനോറിറ്റി ആയിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളത് പറയുന്നത് എത്രത്തോളം ശരിയാണ്? മൈനോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസസ് അല്ലേ എനിക്ക് പറയാൻ പറ്റും. എനിക്കുണ്ടായ എക്സ്പീരിയൻസും എൻ്റെ ജീവിതത്തിലുണ്ടായ ലെസൺസിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ലൈക്ക് സെൽഫായിട്ട് എനിക്കൊരു ഡിസിഷൻ, എനിക്ക് വേണ്ടി ഒരു ഡിസിഷൻ, അങ്ങനെ ആയിരിക്കും കറക്റ്റ്. എനിക്കൊന്ന് എൻ്റെ ഹാപ്പിനെസ്സിനും എൻ്റെ വെൽബീയിങ്ങിനും ഇതാണ് കറക്റ്റ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ല എല്ലാരും ഒരിക്കലും ഇല്ല, അങ്ങനല്ല. അല്ല എന്താ പറയാ, ഒരു കാര്യമാണ് എന്നെ ഹോണ്ട് ചെയ്തത്. അതായത് ചോദിക്കണമല്ലോ എന്ന് തോന്നിയൊരു വിഷയം, അതൊക്കെ ഒരു പുകയല്ലേ, ആളുകളെ കാണിക്കാൻ വേണ്ടി അല്ലേ എന്ന് ചോദിച്ചതുകൊണ്ടാണ്. അതാണ് എന്റെ പെർസ്പെക്റ്റീവ്. അങ്ങനെയാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്ത് കോർട്ട് മാരേജ് അല്ലേ ലീഗൽ. അല്ലാതെ വെറുതെ അമ്പലത്തിലും പള്ളിയിലും കെട്ടിയാൽ അത് ലീഗൽ ആവില്ല. യു ആർ നോട്ട് ഡിക്ലെയർഡ് ആസ് മാരിഡ്. നമ്മൾ എന്നിട്ടും പോയി രജിസ്റ്ററിൽ സൈൻ ചെയ്യണം അല്ലേ? അതാണ് ആക്ച്വൽ മാരേജ്. അതായത് അധികം ചെലവൊന്നും ഇല്ല. രജിസ്ട്രാറിന് മുമ്പിൽ 2 ഒപ്പ് വെക്കുന്നു, ഓക്കെ ഫൈൻ, യു ആർ ലീഗലി മാരിഡ്.
അല്ലാതെ ഈ കസ്റ്റംസും ട്രഡീഷൻസും എല്ലാം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ലേ. പല മാരേജസിൽ പോലും ഈ എത്ര സ്വർണം ഇട്ടക്കുന്നതിൻ്റെ തൂക്കമാണ് നോക്കുന്നത് മെയിനായിട്ട്. അങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ ആളുകളുണ്ട്. ഓഫ് കണ്ടിട്ടുള്ളത്. കോഴ്സ് നമ്മളത് പറയണം. പോലും കല്യാണമേ പാടില്ല, അല്ലെങ്കിൽ ലൈക്ക് ഓക്കെ കല്യാണം അത്തരം ഒരു വേഴ്സ് ചിന്താഗതിയാണെന്ന് പറയുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുണ്ട്. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിൽ ഈ റിലീജിയൻ കാസ്റ്റിൻ്റെ ഡിഫറൻസസ് കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് വരുന്നത്. അല്ലാത്ത ഒരു കാര്യത്തിലും കുഴപ്പമില്ല. എല്ലാ ഫോട്ടോസ് നമ്മൾ കുറേ ഫോട്ടോസും കാണുന്നുണ്ട്, വീഡിയോസും എല്ലാം കാണുന്നുണ്ട്. പക്ഷെ കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോഴേക്കും ഇതെല്ലാം തിരിഞ്ഞു പറയും. ഞാനതുകൊണ്ടാണ്. അപ്പം പിന്നെ അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ലേ, സൊസൈറ്റിയെ പേടിച്ചിട്ടല്ലേ ഇങ്ങനൊരു ഡിസിഷൻ പറയുന്നത്. അല്ലാതെ സ്വന്തം മോൻ്റെയോ മകളുടെയോ ലൈഫ് ഹാപ്പി ആകും അല്ലെങ്കിൽ അവർ ഓക്കെ ആവും അവർ ചിന്തിക്കുന്നില്ല. സൊസൈറ്റിയിൽ പ്രശ്നമാവും. അല്ല അവരങ്ങനെ പറയും ഇവരിങ്ങനെ പറയും, അത് പേടിച്ചല്ലേ അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മൊത്തം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു പുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോ എല്ലാവരും പറയുന്ന ഒരു തോട്ടാണ്, ഞാൻ എൻ്റെ ഒരു തോട്ട് ശരിയാണ്. ആക്ച്വലി നമുക്കിപ്പോ സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളത് മോശം കാര്യം തന്നെയാണ്. നമ്മളായിട്ട് ജീവിക്കുക. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോ ഒരു കല്യാണ വീട്ടിൽ പോവാന്ന് വിചാരിക്കുക, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഒരു കോസ്റ്റ്യൂമിലായിരിക്കില്ല ഒരിക്കലും കല്യാണ വീട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോവാം. സോ അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ കാണുന്ന 4 ആളുകൾ നമ്മളെ നല്ലത് പറയണം എന്നൊരു ചിന്ത നമുക്കുണ്ട്. എങ്ങനെയാണെങ്കിലും മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയിരിക്കെ മനുഷ്യൻ സോഷ്യലി ഇൻഫ്ലുവൻസ്ഡ് അല്ലേ? ആണ്, അത് ഭയങ്കരമായിട്ടുണ്ട്. അതാ എനിക്ക് ഇത്തരം കാര്യത്തിലൊന്നും ഒരു സംഭവമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ പെർസ്പെക്റ്റീവ്, ഞാനത് ഓപ്പണായിട്ട് പറയും. എന്നെ ആരെന്ത് ജഡ്ജ് ചെയ്താലും ദിസ് ഇസ് മീ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. എനിക്ക് ഇത്രയും വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ കാര്യങ്ങൾ എനിക്കല്ലേ പറയാൻ പറ്റും. മേ ബി ഐ മൈറ്റ് ബി റോങ്. പല ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ തെറ്റായിട്ട് കരുതാം, ഒരു അഹങ്കാരിയായിട്ട് കരുതാം, നോ പ്രോബ്ലം. അല്ല ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് കരുതാം. ഇപ്പൊ അങ്ങനത്തെ ഒരു ടേം ദാറ്റ് ഈസ് ഡിഫറെന്റ് ആക്ച്വലി. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയും ഓവർ ഫെമിനിസ്റ്റ് ആണ്. ഒന്നുമല്ല. അതായത് ഓരോരുത്തർക്കും സന്തോഷിക്കാൻ അവകാശമുണ്ട്. ഓരോരുത്തർക്കും ഓരോ റൂൾസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഫ്രീഡം ഓഫ് തോട്ട് എന്തും ചെയ്യാൻ, അല്ലെങ്കിൽ സന്തോഷിക്കാൻ ഒരു ഫ്രീഡം ഇല്ലേ, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യമായിട്ട് ഇത്രയും ഡയലോഗ് അടിച്ച് ഇച്ചിരി ഫിലോസഫിക്കൽ ആയി പോയോ എന്നൊരു സംശയം. കുറച്ച് ഫിലോസഫിക്കൽ ആയിക്കോട്ടെ.